ജയലളിതയുടെ മരണത്തോടെയാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയം കീഴ്മേൽ മറിയുന്നത്. നേതാവില്ലാത്ത പാർട്ടിയായി അണ്ണാ DMK മാറി. രജനീകാന്തിലായിരുന്നു പ്രതീക്ഷകളെല്ലാം. ഇതിനിടെ കമലഹാസനും രാഷ്ട്രീയത്തിലെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമൽ മത്സരിച്ചില്ല. പൊതുവിലയിരുത്തൽ അനുസരിച്ച് ലോക്സഭയിൽ DMK തൂത്തുവാരും. കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന DMK സഖ്യത്തിന് വോട്ടെടുപ്പിൽ മേധാവിത്വം നേടാനായെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെയാണ് സൂപ്പർ സ്റ്റാറിന്റെ പുതിയ പ്രഖ്യാപനം. ലോക്സഭയ്ക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണ് രജനീകാന്ത്. ഈ തെരഞ്ഞെടുപ്പുകളിൽ DMK മുന്നേറിയാൽ നിയമസഭയിൽ മുഖ്യമന്ത്രി പളനിസ്വാമിയുടെ നില പരുങ്ങല്ലാവും. ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ താനും തന്റെ പാർട്ടിയും മത്സരിക്കുമെന്നാണ് രജനീകാന്തിന്റെ പ്രഖ്യാപനം. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ സിനിമാ താരങ്ങളായിരുന്നു എന്നും താരം. MGRും ജയലളിതയും കരുണാനിധിയും സിനിമയിലെ താരപ്രഭയുമായി എത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ മൂന്നുപേരും കളമൊഴിഞ്ഞ തമിഴ്നാട്ടിൽ രജനീകാന്തിന് എന്തു ചെയ്യാനാകുമെന്ന ചോദ്യമാണ് സജീവമാകുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തനിക്ക് വ്യക്തമായ പദ്ധതികൾ ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇപ്പോൾ സൂപ്പർ താരം രജനീകാന്ത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും താൻ തയ്യാറാണെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മെയ് 23-ന് വോട്ടെണ്ണലിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം. തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അണ്ണാ DMKക്ക് തിരിച്ചടിയേറ്റാൽ മന്ത്രിസഭ വീഴും. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് താൻ തയ്യാറാണ് എന്ന് രജനീകാന്ത് വ്യക്തമാക്കിയത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമോ എന്ന ചോദ്യത്തിന് മെയ് 23-ന് അറിയാം എന്നായിരുന്നു മറുപടി. 68-കാരനായ രജനീകാന്ത് 2017-ലാണ് രാഷ്ട്രീയ പ്രവേശം പ്രഖ്യാപിച്ചത്. ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും 2021-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലും മത്സരിക്കേണ്ടെന്നത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234 മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതിനു പിന്നാലെ രജനി മക്കൾ മണ്ഡലത്തിന്റെ ജില്ലാ കമ്മിറ്റികൾ സ്ഥാപിക്കുന്ന പ്രവർത്തനവും സജീവമായി. പലതവണ രജനി പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് അഭ്യൂഹമുണ്ടായെങ്കിലും ഇതുവരെ നടന്നിട്ടില്ല. 18 അണ്ണാ DMK MLA-മാർക്ക് അയോഗ്യത വന്നത് ഉൾപ്പെടെ ആകെ 22 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ്. ദിനകരൻ പക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനാണ് 18 അണ്ണാ DMK MLA-മാരെ സ്പീക്കർ അയോഗ്യരാക്കിയത്. മുഖ്യമന്ത്രി എടപ്പാടി K പളനിസ്വാമിയിൽ വിശ്വാസമില്ലെന്ന് കാണിച്ച് ഗവർണറെ കണ്ടതിനാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം MLA-മാരെ അയോഗ്യരാക്കിയത്. ഏപ്രിൽ 18-ന് രണ്ടാം ഘട്ട ലോക്സഭാ വോട്ടെടുപ്പിനൊപ്പം 18 മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് നടന്നു. ശേഷിക്കുന്ന 4 മണ്ഡലങ്ങളിലേക്ക് മെയ് 19-നാണ് വോട്ടെടുപ്പ്. ഇതിൽ തിരുവാരൂർ, സൂലൂർ, തിരുപ്പുറംകുണ്ട്രം എന്നിവിടങ്ങളിൽ സിറ്റിംഗ് MLA-മാരുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. 1998-ൽ DMK സർക്കാരിനെതിരെ നടന്ന സമരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ മന്ത്രി കൂടിയായ K ബാലകൃഷ്ണ റെഡ്ഡി 3 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടതോടെയാണ് ഹൊസൂർ മണ്ഡലത്തിൽ ഒഴിവ് വന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 21 മണ്ഡലങ്ങളും അണ്ണാ DMK സിറ്റിംഗ് സീറ്റുകളാണ്. മുൻ മുഖ്യമന്ത്രി M കരുണാനിധിയുടെ മരണത്തെ തുടർന്ന് ഒഴിവ് വന്ന തിരുവാരൂരാണ് DMKയുടെ ഏക സിറ്റിംഗ് സീറ്റ്. 235 അംഗ നിയമസഭയിൽ നിലവിൽ 213 പേരാണ് ഉള്ളത്. അണ്ണാ DMKക്ക് 113 പേരുടെ പിന്തുണയുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 107 അംഗങ്ങളും. ഇപ്പോൾ പാർട്ടിയുടെ നില സുരക്ഷിതമാണ്. എന്നാൽ 22 സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 117 ആകും. ഇത് സർക്കാരിന് വെല്ലുവിളിയാകും. എല്ലായിടത്തും ജയിച്ചാൽ കുഴപ്പമില്ല. ഇല്ലാത്ത പക്ഷം പളനിസ്വാമി സർക്കാർ വീഴും. DMK സഖ്യത്തിന് നിലവിൽ 97 സീറ്റുകളാണുള്ളത്. 20 സീറ്റുകൾ നേടാനായാൽ DMK സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38 മണ്ഡലങ്ങളിലും നടനും സംവിധായകനുമായ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം മത്സരത്തിനുണ്ട്. കമലിന്റെ പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടാക്കാനാകുന്നില്ലെന്നാണ് സൂചന. ഇതോടെയാണ് എല്ലാ ശ്രദ്ധയും രജനീകാന്തിലേക്ക് എത്തുന്നത്.